SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ CPM മൗനത്തിലാണെങ്കിലും LDFിലെ മറ്റു കക്ഷികളിൽ അതൃപ്തി പുകയുന്നുണ്ട്. പ്രത്യേകിച്ച് നാഷണൽ ലീഗ് പോലുള്ള പാർട്ടികൾ. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നാഷണൽ ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ NK അബ്ദുൾ അസീസാണ്. തുടർച്ചയായി ഇങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം ലീഗിൻ്റെ പേരിലാണെങ്കിലും പിന്നീട് മലപ്പുറത്തെ ജനങ്ങളെയും എല്ലാം തുടർച്ചയായി വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം വരുന്നു. പലപ്പോഴും CPM അതൊരു മൗനം ഭജിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ നാഷണൽ ലീഗിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുസ്ലിം വിരുദ്ധ പരാമർശമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നതിനാൽ അതിനെതിരായി ശക്തമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിലപാട് വേണം എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ആ അർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരായി ഗവൺമെൻറ്റും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായി നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ശ്രീനാരായണീയരുടെ നിലപാടിന് തികച്ചും വിരുദ്ധമാണ് വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന നിലപാട്. എല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും എല്ലാ വിശ്വാസങ്ങളെയും സമീകരിച്ചുകൊണ്ടുമുള്ള ഒരു നിലപാടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ പോലും നിലപാടുകൾക്ക് വിരുദ്ധമായി വർഗീയത വളർത്തുകയും അതിന് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കടുത്ത മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ്. കേരളീയ സമൂഹം ഒരു നിലയ്ക്കും അംഗീകരിക്കാത്തതാണ് എന്നാണ് ഞങ്ങളുടെ. പക്ഷേ ഇപ്പോഴും CPMൻ്റെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ വെള്ളാപ്പള്ളിയെ തള്ളി പറയാനോ തിരുത്താനോ തയ്യാറാവുന്നില്ല. പക്ഷേ LDFിൻ്റെ അകത്താണെങ്കിൽ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് താനും, CPIക്ക് ഉൾപ്പെടെ. ഇപ്പോൾ നാഷണൽ ലീഗിനുണ്ട്. പക്ഷേ ഇതൊന്നും CPM വകവെക്കുന്നില്ല. CPM ആണ് യഥാർത്ഥത്തിൽ LDFിൻ്റെ ഒരു വലിയ കക്ഷി കൂടിയാണ്. CPM കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം AK ബാലൻ സമാനമായ രീതിയിലേക്കാണ്. ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഇവിടെ ആഭ്യന്തരമന്ത്രിയാവുക, മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. അതല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. ജമാഅത്ത് ഇസ്ലാമി അല്ല കേരളത്തിൽ ഭരിക്കുക എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളിലുള്ള മുസ്ലിം വിരുദ്ധ നിലപാടിലേക്ക് തന്നെയല്ലേ? അത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി മതനിരപേക്ഷ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു പ്രസ്താവന വന്നതിന് ശേഷം LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ വളരെ കൃത്യമായി ആ നിലപാട് ഇടതുപക്ഷത്തിൻ്റേതുമായി യോജിക്കുന്നതല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ് എന്ന നിലയിൽ പരസ്യമായി അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലത്തെല്ലാം എടുത്ത നിലപാടുകൾ മതനിരപേക്ഷതയ്ക്ക് അനുഗുണമായ നിലപാടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് തിരുത്താൻ പരസ്യമായി ഇതുവരെയും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് തിരുത്തപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു ഈ വർഗീയ പരാമർശം, അതായത് വെള്ളാപ്പള്ളി അന്ന് രാവിലെയാണ്, അതിന് ശേഷമാണ് വീണ്ടും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇക്കാര്യം MV ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം വർഗീയവാദിയല്ല, നിങ്ങളാണ് അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം വല്ലപ്പോഴും അദ്ദേഹം എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയും, അതുകൊണ്ട് അദ്ദേഹം വർഗീയവാദിയാവുന്നില്ല. ഇത് തന്നെയാണോ നാഷണൽ ലീഗിൻ്റെ നിലപാട്? നാഷണൽ ലീഗിന് മറിച്ചൊരു നിലപാടുണ്ട്. നമുക്കറിയാം, നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ വർഷങ്ങൾക്ക് മുമ്പ് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്ത് വന്നപ്പോൾ കേരള തൊഗാഡിയ എന്നുൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് CPIMൻ്റെ ഭാഗത്തും ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തും ഒക്കെ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടാണ് യഥാർത്ഥ മതനിരപേക്ഷ നിലപാട് എന്നും അതിൽ നിന്ന് CPIM പുറകോട്ട് പോയിട്ടില്ല എന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അതേക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ CPIMൻ്റെ നിലപാട് മതനിരപേക്ഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ദേശീയ തലത്തിൽ ഉയർന്നു വന്നപ്പോഴും യൂണിയൻ ഗവൺമെൻറ് ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകളും നയങ്ങളും അതുപോലെയുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴും ഒക്കെ കേരളത്തിലെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരെ ചേർത്ത് പിടിക്കുന്ന, മുസ്ലിം ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള നിലപാടുകൾ. ഇപ്പോൾ നമുക്കറിയാം, ഡൽഹിയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശത്ത് JCB ഉപയോഗിച്ച് അവരുടെ ഭവനങ്ങളൊക്കെ പൊളിച്ചു മാറ്റുകയും അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്തപ്പോൾ അതിശക്തമായി അതിനെതിരായി ഇക്കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷം മതനിരപേക്ഷ നിലപാടിൽ അതിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും, എന്നാൽ ചില പരാമർശങ്ങളും
ചില സമയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളും ആളുകളിൽ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ പ്രധാനമായും നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് UDF വലിയ രീതിയിൽ മെച്ചമുണ്ടായതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ തന്നെ ഗുണമുണ്ടായി നമ്മൾ കണ്ടതാണ്. അതൊരു പക്ഷേ ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കുന്നു, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച, ഇത്തരത്തിലുള്ള വിഷയം ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു CPM ആഗ്രഹിച്ചിരുന്നത് എന്നാണ് പലപ്പോഴും LDF ആഗ്രഹിച്ചു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു നീക്കം തന്നെയാണോ ഇപ്പോൾ CPM ഭാഗത്തുനിന്ന് പ്രധാനമായും ഈ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ കൂടി തടഞ്ഞു വെക്കുക, ഒരു ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയാണോ നാഷണൽ ലീഗും അതിനെ എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഒരിക്കലും ആ രൂപത്തിൽ കാണുന്നില്ല. കാരണം എന്തെന്നാൽ കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ വർഗീയതയ്ക്ക് എതിരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ കേരളത്തിൽ വർഗീയ വിരുദ്ധമാണ്, മതനിരപേക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദു വോട്ട് ബാങ്ക് ഇടതുപക്ഷം പോലെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തിന്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കും എന്നത് സ്വാഭാവികമാണ്. അതിന് വർഗീയമായ ഒരു നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കേണ്ടതുമില്ല. ചരിത്രത്തിൽ ഇന്നോളം അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. പക്ഷേ ഇടതുപക്ഷ വിരുദ്ധർ, പ്രത്യേകിച്ച് UDF BJP കക്ഷികളെല്ലാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ആ ആക്ഷേപങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഇടത് മുക്ത കേരളം എന്ന് UDF ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെ റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ഇടത് നേതൃത്വത്തിനെതിരായും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ദേശീയ തലത്തിൽ BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ഇടതുമുക്ത കേരളം എന്ന ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ന്യൂനപക്ഷങ്ങളും പിന്നോക്കജന വിഭാഗങ്ങളും വർഗീയ വിരുദ്ധ കക്ഷികളും ഇത് തിരിച്ചറിയും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായി, ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാതായാൽ കേരളത്തിൽ എങ്കിലും നിലനിൽക്കുന്ന മതനിരപേക്ഷ തുരുത്തിന് അത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന നിലയിൽ അവർ വോട്ട് ചെയ്യും, നിലപാടെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറായിട്ടില്ല. CPM മുതിർന്ന നേതാക്കൾ ആരും അത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. മറിച്ച് അതിനെ പലപ്പോഴും പരോക്ഷമായി ന്യായീകരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPI ഉൾപ്പെടെ അതിനെതിരെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് തിരുത്താൻ CPM നേതൃത്വത്തോട് അല്ലെങ്കിൽ LDF ചർച്ചകളിലോ LDF യോഗങ്ങളിലോ നാഷണൽ ലീഗ് പോലുള്ള പാർട്ടികൾ ആവശ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേതൃത്വത്തോട് ഇതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് തിരുത്തേണ്ടത് CPIM സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ ആ നിലയിൽ എടുത്തു പിടിച്ചുകൊണ്ട് തിരുത്താൻ അവർക്ക് കഴിയില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള നിലപാടുകൾ പാർട്ടിയുടെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടാകും. ആ നിലപാട് മതനിരപേക്ഷതയ്ക്ക് കളങ്കം ചാർത്തുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടാകും. ആ നിലയിലുള്ള പരിശോധനകൾക്ക് ശേഷം യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. എന്തായാലും CPM നിലപാടല്ല ഇക്കാര്യത്തിൽ നാഷണൽ ലീഗിനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പരാമർശം അത് പിൻവലിക്കണം, അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. LDF പോലും ആ ഒരു നിലപാടിലേക്ക് അദ്ദേഹം തിരുത്തുന്നതിന് ഉള്ള ഒരു വഴി തെളിയിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ LDF ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് NK അബ്ദുൾ അസീസ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.